ഓം ശ്രീ ഗുരുഭ്യോ നമ. സൗന്ദര്യലഹരി ശ്ലോകം 5. ഈ ശ്ലോകത്തിൽ ദേവിയുടെ അനുഗ്രഹമില്ലാതെ ഇവിടെ ആർക്കും ഒന്നും ചെയ്യാൻ സാധ്യമല്ല എന്ന് പറയുന്നു. സാക്ഷാൽ മഹാവിഷ്ണു പണ്ട് മോഹിനി രൂപത്തെ ധരിച്ചതും ആ കാമദേവന് ആരെയും വശീകരിക്കുന്ന ശരീരം ലഭിച്ചതും ഒക്കെ ദേവിയുടെ ആ പാദധൂളികളെ ആശ്രയിച്ചതിൻ്റെ ഫലമായിട്ടാണെന്നും പറയുന്നു. ശ്ലോകം 5. ഓം ശ്രീ മഹാദേവേ നമ. ഹരിസ്ത്വാമാരാധ്യ പ്രണതജന സൗഭാഗ്യജനനീ പുരാ നാരീ ഭൂത്വാ പുരരിപുമപീക്ഷോപമനയത് സ്മരോപി ത്വാം നത്വാ രതിനയനലേഹ്യേന വപുഷാ മുനീനാമപ്യന്ത പ്രഭവതി ഹി മോഹായ മഹദാം. പ്രണമിക്കുന്ന ജനങ്ങൾക്ക് സൗഭാഗ്യത്തെ കൊടുക്കുന്നവളായ അല്ലയോ ദേവി, പണ്ട് മഹാവിഷ്ണു ദേവിയെ ആരാധിച്ചതുകൊണ്ടാണ് അവിടുത്തെ ശക്തി സ്വീകരിച്ച് എളുപ്പം ഒരു സ്ത്രീയായി മാറാൻ സാധിച്ചത്. അങ്ങനെ സ്ത്രീയായി തീർന്ന മോഹിനി രൂപം കണ്ടിട്ട് ആ കാമനെ പോലും നശിപ്പിച്ച മഹേശ്വരൻ്റെ മനസ്സിളക്കാൻ സാധിച്ചു. ആ മോഹിനി രൂപം അത്രയും സുന്ദരമായത് ദേവിയുടെ അനുഗ്രഹത്താലാണ്. ദേവിയെ എപ്പോഴും പ്രണമിക്കുന്ന മഹാവിഷ്ണുവിന് തൻ്റെ ശക്തി കൊടുത്തതുകൊണ്ടാണ് സകലവശ്യമായ ആ മോഹിനി രൂപത്തെ ജനിപ്പിക്കാൻ കഴിഞ്ഞതും ആ രൂപത്തിൽ കാമാന്തകനായ മഹേശ്വരൻ്റെ മനസ്സിളക്കാൻ സാധിച്ചതും ഭഗവതിയുടെ ആ പാദധൂളികളെ ആശ്രയിച്ചതുകൊണ്ടാണ്. ഇനി ഇങ്ങനെയൊക്കെ മനസ്സിളക്കുന്ന ആ കാമദേവന് എങ്ങനെയാണ് ഇത്ര സൗന്ദര്യവും ആകർഷണവും ലഭിച്ചത് എന്ന് പറയുന്നു. അതും ദേവിയെ ആരാധിച്ചതിൻ്റെ ഫലമായിട്ടാണ്. കാമദേവൻ്റെ പത്നിയായ രതീദേവിയുടെ നയനത്തിന് ആസ്വാദ്യമായ ശരീരത്തോടു കൂടിയവനായി മാറിയതും ആ ദേവിയുടെ പാദധൂളികളെ ആശ്രയിച്ചതുകൊണ്ടാണ്. സൗന്ദര്യത്തെയും എല്ലാ തരത്തിലുമുള്ള സൗഭാഗ്യത്തെയും ദേവിയെ ആശ്രയിക്കുന്ന ജനങ്ങൾക്ക് അവിടുന്ന് നൽകുന്നു. ഇനി ദേവിയെ എപ്പോഴും ആശ്രയിച്ച ആ കാമദേവൻ്റെ ശക്തി എങ്ങനെയുള്ളതാണെന്നും പറയുന്നു. രതീദേവി തൻ്റെ നയനങ്ങളാൽ ലേഖനം ചെയ്യുന്ന ശരീരത്തോടു കൂടി കാമദേവൻ മഹാത്മാക്കളായ മുനിമാരുടെ മനസ്സിൽ പോലും മോഹം ജനിപ്പിക്കത്തക്കവണ്ണം പ്രഭാവമുള്ളവനായി തീർന്നു. അങ്ങനെ ആ കാമദേവൻ ആഗ്രഹിക്കുന്ന കാര്യവും നടത്തിക്കൊടുക്കുന്നതും ദേവിയാണല്ലോ. ഏതൊരു കാര്യത്തിലും ദേവിയുടെ അനുഗ്രഹമില്ലാതെ ഇവിടെ ആർക്കും ഒന്നും ചെയ്യാൻ സാധ്യമല്ല. അല്ലയോ പരാശക്തി സ്വരൂപിണി, പ്രപഞ്ചസ്ഥിതികാരനായ മഹാവിഷ്ണു അവിടുത്തെ ഉപാസിച്ച് സ്ത്രീരൂപം പ്രാപിച്ചു. ആ രൂപം കണ്ട് ജിതേന്ദ്രിയനായ ശിവന് പോലും മനഃചാഞ്ചല്യമുണ്ടായി. ആ കാമദേവനും അവിടുത്തെ ഉപാസിച്ചിട്ട് രതീദേവി കണ്ണുകളാൽ ഒഴിഞ്ഞാസ്വദിക്കുന്ന ശരീരത്തോടു കൂടിയവനായി. അതുകൊണ്ട് തന്നെ മഹാത്മാക്കളായ മുനിമാരുടെ മനസ്സിനു കൂടി മോഹകാരകനായി ഭവിച്ചു. ദേവിയുടെ പാദധൂളികളെ ആശ്രയിക്കുന്ന ഭക്തർക്ക് എല്ലാവിധ ഐശ്വര്യങ്ങളും ആഗ്രഹിക്കുന്ന ഫലങ്ങളും അവിടുന്ന് കൊടുക്കുന്നു. അതായത് ഒരു ദേവി ഉപാസകന് ഐശ്വര്യലബ്ധി മാത്രമല്ല, സകല ജനവശ്യവും സാധ്യമാണ്. സർവം ജഗദംബാർപ്പണമസ്തു.